ഹലോ ഗൈസ്, യൂട്യൂബ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓമനനര കണ്ടല്ലോ. എന്ത് നര? ഓമനനര 1, 2, 3, 4 എന്ത് നരാന്ന് പറഞ്ഞ? ഓമനനര. ഓമനനര കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. എന്താ പിന്നെ കിണി? ഒന്നുമില്ല, ഞാനിങ്ങനെ എന്തിങ്ങനെ നോക്കിയപ്പോ എനിക്ക് തോന്നിയത് അകാല നരയായിട്ട് തോന്നിയത്. ഈ പ്രായമാവാത്തവർക്ക് പെട്ടെന്ന് നര വരും, അങ്ങനത്തെ ഒരു സാധനമാണ് എനിക്ക് വന്നത്. നിനക്ക് ഓമന നരയല്ലേ ഇത്? അതായത് ബിഗ് ബോസ് ടീമിനോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഞാൻ അപാര ബുദ്ധിമാനാണെന്ന് തെളിയാൻ ഇനി ഇതിനേക്കാൾ അപ്പുറത്ത് വേറെ തെളിവ് വേണ്ട. അതായത് ഫുള്ള് നരച്ചിരിക്കണം, പ്രായമായ ഒരാളാണ്. അത് കാണിക്കാതിരിക്കുന്നത് ഞാൻ എന്ത് ചെയ്യുന്നറിയോ? 2-3 ബാക്കി വെക്കും. അപ്പൊ മറ്റുള്ളവർ കാണുമ്പോ ഡൈ ഒന്നും ചെയ്ത് നടക്കുന്ന ആളായി തുടങ്ങുന്നേ ഉള്ളൂ, നരയ്ക്കാൻ തുടങ്ങിയതേ ഉള്ളൂ എന്നുള്ളത്. ഞാനാണെങ്കിൽ എനിക്ക് പ്രായമാവാണ്ട് നര വരില്ലേ, അത് അതിന്റെ ബുദ്ധിമുട്ടിലാണ് ഞാൻ പോണത്. എന്തൊരു കഷ്ടാന്ന് പറയാം. ഇവന് താടി മീശും വരാനുള്ള സമയമായിട്ടില്ല, അതിനുള്ള പ്രായമായിട്ടില്ല. ഇതൊക്കെ ഒട്ടിപ്പാ. ഓക്കെ, അപ്പൊ തുടങ്ങാം. ഓ, എപ്പ തുടങ്ങണം? സംഭവം വെളുത്ത് തുടങ്ങി. അത് തന്നെ, അതിന് മാക്സിമം ആരൊക്കെ ശ്രമിച്ചാലും സംഭവം വെളുത്ത് വരും. വെളുപ്പൊക്കെ പുറത്തേ ആടും. അത്രേ ഉള്ളൂ, വെളുപ്പ് പുറത്തേ ആടും. ഓക്കെ, അപ്പൊ തുടങ്ങാം. ഇന്നലെ നടന്ന എപ്പിസോഡിന്റെ റിവ്യൂ ആണ്. നമ്മൾ ആൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് ഇതിന്റെ ഒരു പകുതി ഭാഗത്തോളം നമ്മള് ആ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ബാക്കി ഇതാ ഇത്രേ ഉള്ളൂ. വന്നപ്പോ തന്നെ അടുത്ത ചോദ്യം ലാലേട്ടന്റെ വന്നിരുന്നു. റെക്കോർഡുകളൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ അനീഷ് മോൻ തകർത്തിട്ടുണ്ടായിരുന്നു. അതായത് ജയിലിലേക്ക് 5ാമത്തെ തവണയാണ് ആള് പോയത്. തുടർച്ചയായിട്ട് 4 തവണയും 4 പ്രാവശ്യം കണ്ടിന്യൂസ് വീക്കില് പോയിക്കൊണ്ടിരുന്നു. ഒരെണ്ണം കുറച്ച് മുന്നേ. അങ്ങനെ 5 പ്രാവശ്യം. എന്താണെങ്കിലും ആദ്യമായിട്ടാണ് തോന്നൂല 5 പ്രാവശ്യം. അത് ആദ്യമായിട്ടാണ് തോന്നുന്നത്. അതായത് ചരിത്രത്തില് അതല്ലേ റെക്കോർഡ് ബ്രേക്കർ എന്ന് പറഞ്ഞത്. ഇതുവരെയുള്ള സീസണുകളിൽ പോലും ഏറ്റവും കൂടുതൽ ജയിലിൽ പോയിരിക്കുന്ന ആള്. പിന്നെ തുടർച്ചയായിട്ട് 4 തവണ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞ് ഇത് സംസാരിച്ച് കഴിഞ്ഞാൽ അനീഷ് എണീറ്റ് എന്നിട്ട് ചോദിക്കുന്നത് ഞാൻ എന്തിന് ജയിലിൽ പോണം. അനീഷ് അതിനുശേഷം കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാനിവിടെ പ്രോബ്ലം ഉണ്ടാക്കുന്നില്ല, ഞാനിവിടെ കക്കുന്നില്ല, മോഷ്ടിക്കുന്നില്ല, ഞാൻ എന്തെങ്കിലും ആരെങ്കിലും എടുത്തു എന്ന് പറയുമ്പോ അവിടെ ബഹളം ഉണ്ടാക്കാൻ പോകുന്നില്ല, അങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പൊ ലാലേട്ടൻ പറഞ്ഞു ഇത് എന്നോടല്ല അവരോട് ചോദിക്കൂ. ജയിലിൽ വിട്ടു. സത്യല്ലേ? അത് ബിഗ് ബോസിനോടോ ലാലേട്ടനോടോ ചോദിച്ചിട്ട് എന്ത് കാര്യമുള്ളൂ? കൂടെ താമസിക്കുന്നവരല്ലേ ജയിലിലേക്ക് വിടുന്നത്, അവരോട് ചോദിക്കണം ഞാൻ എന്ത് തെറ്റ് ചെയ്തു, എന്നെ ജയിലിലേക്ക് വിടാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തു. അത് അവിടെയാണ് ചോദിച്ച് ക്ലിയർ ആക്കേണ്ടത്. അല്ലാണ്ട് ആരൊരു ഡയലോഗ് പറയുന്നുണ്ടായിരുന്നല്ലോ, കടിച്ചിട്ടില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അതൊരു കാര്യമായിട്ടുള്ള സാധനമായിരുന്നു. പക്ഷെ അത് അതിന്റെ ഇടയ്ക്ക് കയറിയിട്ട് കുണപ്പിക്കല്ലായിരുന്നു വേണ്ടത്. സംഭവം എന്താണെന്നറിയോ? ഇതൊക്കെ ഇടയ്ക്കൊക്കെ പറയാം, അതൊക്കെ കണ്ടന്റ് ആയിരുന്നു. പക്ഷേ ഇത് ആക്സെപ്റ്റ് ചെയ്യാം. മറ്റുള്ളവർക്കും കൂടി ആ അവസരം ലാലേട്ടൻ കൊടുക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് മാത്രം ലാലേട്ടൻ അങ്ങനെ ഒരു അവസരം തരും. ഇപ്പൊ ആ സമയത്ത് ഷാനവാസോ അനിമോളോ ഒക്കെയാ പറയുന്നെങ്കിൽ അവിടെ അത് വൻ പ്രശ്നമാക്കിയാണല്ലോ. അക്ബറിന്, ആര്യന്, നെവിന് ഇവർക്ക് മാത്രമുള്ള പ്രത്യേക പ്രിവിലേജ് ആട്ടത്. ഇവർക്ക് ഇതിന്റെ ഇടയിൽ ഇടപെടാം, കൗണ്ടർ അടിക്കാം. ലാലേട്ടനെ പോലെ തന്നെ ചോദ്യം ചെയ്യാം. ലാലേട്ടനെ അവിടെ ലാലേട്ടൻ ഉദ്ദേശിക്കുന്ന അതല്ല, ഇതാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ചോദ്യം ചെയ്ത് വാദിക്കാം. തീർച്ചയായിട്ടും എന്തിനും അവസരം കൊടുക്കും. ഇപ്പൊ അക്ബർ ഏതൊരു സമയത്ത് പറയുന്നുണ്ട് ലാലേട്ടൻ മനസ്സിലാക്ക്, പറഞ്ഞ കേട്ടിട്ട് ഇവിടുന്ന് പോയാൽ മതി എന്നുള്ള രീതിയിൽ. അതായത് ഞാൻ മുഴുവൻ പറയട്ടെ, അത് മുഴുവൻ കേക്ക് ലാലേട്ടാ എന്നിട്ട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഓക്കെ തമ്പ്ര പറഞ്ഞോ, അക്കു അല്ലേ, അക്കു പറഞ്ഞോ, പറഞ്ഞ് കേട്ടിട്ടേ ഏട്ടൻ പോവുള്ളൂ. എനിക്ക് ഞാൻ സംശയിച്ചു അക്കുവിന് കുറച്ച് ഒരു ഗ്ലാസ് പാല് കൊണ്ട് ചെല്ലുന്നു. അക്കുവല്ലേ, അക്കു കുടിച്ചിട്ട് പകുതി ഞാൻ കുടിച്ചോളാം എന്ന് പറയുന്നത്. അക്കുവിന്റെ ചന്തിയും കൂടെ കഴുകി കൊടുത്താൽ കഴിഞ്ഞ്. ബാക്കി എല്ലാ ഭാഗവും വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട്, വൈറ്റ് വാഷ് ചെയ്തിട്ട്. ഇതാണ് ഈ തെണ്ടി വാ തുറന്നുള്ള പ്രശ്നം. പാല് പോരായിരുന്നു, അഴുക്കുവർത്താനേ വരുള്ളൂ. പാല് പോരായിരുന്നോ? പാല് പിരിഞ്ഞത് എന്തിനാണ് കൊണ്ട്? അത് വേറെ നമ്മൾ പറയുന്നുള്ള കാര്യം പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ. അതെ, ഇനി അതും അവിടെ നടക്കുന്നുണ്ട്. ഏത് ഇപ്പൊ ഇവൻ പറഞ്ഞ സാധനം കഴുകി അത് തന്നെയാണ് നടക്കുന്നത്. പിന്നല്ലാണ്ട് എന്താണ് നടന്നിട്ട്? കുറെ ലോക മണ്ടന്മാര് ചോദിച്ചോണ്ടിരിക്കുകയാണ്. അതായത് ബിഗ് ബോസ് സീസൺ അവസാനിക്കുന്ന സമയത്ത് ഏത് PR ടീമും ലാസ്റ്റിൽ വരും, എന്നിട്ട് ഒരാളെ ജയിപ്പിക്കാൻ പ്രത്യേകം ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. എല്ലാ സീസണിലും പോലെ ഏറ്റവും വോട്ട് കിട്ടിയ ആൾക്കെതിരെ അല്ല ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വോട്ടില്ലാതെ എന്നോ പോകേണ്ട ഒരാള്
ഏറ്റവും താഴെ വോട്ടുള്ള ഒരാളെ കുറിച്ചാണ് ഈ പറയുന്നത്. അതെ അയാളെയാണ് ഈ വെളുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ ഇനി ആകെ 3 ആഴ്ചയും കൂടെ ഉള്ളൂ. ഈ 3 ആഴ്ച കഴിഞ്ഞിട്ടും ബിഗ് ബോസ് വന്നിട്ട് ചിലപ്പോൾ വെളുപ്പിക്കുന്നു. എന്നിട്ട് ഒരുത്തനെ വിട്ടിട്ട് ചോദ്യം ചോദിച്ചിരിക്കുകയാണ് ലാലേട്ടനോട്. അതായത് കഴിവുള്ള ഒരുപാട് ഡിസർവിംഗ് ആയിട്ടുള്ള അവിടെ നിൽക്കാൻ ഡിസർവിംഗ് ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും കുറെ ആൾക്കാർ പുറത്തു പോകുന്നു. എന്താണ് അതിന്റെ ഇതെന്ന്. അപ്പോൾ ലാലേട്ടൻ പറയാണ് എന്ത് കഴിവുള്ളവരെ നിർത്തുക. ഏത് PR കളികളോ അല്ലെങ്കിൽ വോട്ടിങ്ങിലൂടെ നിങ്ങൾ തീരുമാനിച്ചിട്ടാണുള്ളത് പുറത്തു വരുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, നല്ല കഴിവുള്ളവരെ നിർത്തുക. അത് അക്ബറിനെ നിർത്തണം. അപ്പൊ അത് ഡിസർവിങ്ങും എല്ലാ കാര്യങ്ങളും സെറ്റായി വരും. എന്താണെങ്കിലും അക്ബറിന്റെ കഴിവിന്റെ കാര്യമൊക്കെ നമുക്കറിയാം. ഞങ്ങളെ കൈ ഇവിടെ ഉള്ളിടത്തോളം ആ അക്കൂടുന്ന ഒന്നും പുറത്തു പോകില്ല. അതെല്ലാം ഞങ്ങളിവിടെ ഇങ്ങനെ ഞങ്ങൾ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചു പാലിലായിരിക്കും കഴുകുന്നത്. അതിനുശേഷം അക്ബറിനെ വിളിച്ചിട്ട് അക്ബറാണല്ലോ അനുമോൾക്കെതിരെ സ്ട്രോങ് ആയിട്ട് സംസാരിച്ചത്. അനുമോളെ നോമിനേറ്റ് ചെയ്ത് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തതിനെ കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. അതിൽ അക്ബർ അങ്ങനെ കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു പോയിട്ടുണ്ട്. ബസിന്റെ സംഭവമൊക്കെ. എന്തായാലും അനുമോളെ ലക്ഷ്മി ഇത് ചെയ്യാൻ നേരത്തെ എന്താ മാട്രിമോണി സൈറ്റ് അല്ല എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അതിന്റെ കാര്യം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ആള് കുറച്ച് സമയം എടുത്ത് നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. ആള് പക്ക ക്ലിയർ ആയിട്ട് പറയുന്ന ഒരാളാണ്. പക്ഷെ ഈ സാധനം ഞങ്ങൾക്ക് മനസ്സിലായില്ല. അത് ഇതും തമ്മിലൊരു ബന്ധം ലാലേട്ടനും മനസ്സിലായിട്ടില്ല. പകുതി സാധനങ്ങളും ലാലേട്ടന് മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടല്ലോ ഇതൊക്കെ മനസ്സിലാവും. അതെ. എന്താണെങ്കിലും അതിനുശേഷം അനീഷിന് ബിഗ് ബോസിന്റെ വക ഒരു സമ്മാനം ഉണ്ടായിരുന്നു. സ്നേഹസമ്മാനം. എല്ലാരും കൂടി എണീറ്റ് മറ്റേ ജയിലിനെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അവിടെ ചെന്നു. അവിടെ ഒരു നാടമുറിക്കലുണ്ടായിരുന്നു. തുറന്നു നോക്കുമ്പോൾ അനീഷ് ഈ ജയിലിന്റെ ഐശ്വര്യം. ആ സമയത്ത് അനീഷിന്റെ മുഖം മാരക ഡ്രാമ. മോനെ മറ്റേ കാട്ടന്നലൊക്കെ കുത്തിയ പോലും ഇത്ര ഉണ്ടാവും എനിക്ക് തോന്നുന്നത്. ശരിക്കും പക്ക ഫണ്ണാണ് ഉദ്ദേശിച്ചത്. അവര് ഭയങ്കരമായിട്ട് കോമഡി ഉദ്ദേശിച്ച സാധനമാണ്. പിന്നെ മാത്രല്ല ശരിക്കും അതൊരു അംഗീകാരമാണ്. പിന്നെ ശരിക്കും അതായത് എൻജോയ്മെന്റ് അതായത് ബിഗ് ബോസ് ഹൗസിനുള്ളില് നമ്മുടെ പേര് ആലേഖനം ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണോ? അത് എന്തിനും ആയിക്കോട്ടെ, ജയിലായിക്കോട്ടെ, അതിനിപ്പോ എന്ത് പ്രശ്നമുള്ളത്? ഏറ്റവും മോശപ്പെട്ട അതായത് മുള്ളംപന്നി എന്നുള്ള പേര് ഇവിടെ ചാർത്തി കൊടുത്തില്ലേ, അതിന് അത് വേണമെങ്കിൽ അതിൽ വിഷമിക്കായിരുന്നു വേണമെങ്കിൽ സത്യമായിട്ട് പറയാം. എന്നാൽ അത് ഫണ്ണായിട്ട് എടുത്തു. ഈ സാധനം ഫണ്ണെടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൂപ്പർ സാധനമായിരുന്നു. ഇവർക്ക് ആർക്കത് കൊടുത്തിരിക്കണം സൂപ്പർ സാധനം ആക്കണമെങ്കിൽ അയാൾ അത് ചിന്തിക്കണ്ടേ. അതിനുള്ള അതല്ലല്ലോ അയാളുടെ ഉള്ളിലുള്ള കിടക്കുന്നത്. അത് കണ്ടപ്പോ തന്നെ ബിഗ് ബോസിനും ടീമിനും ഒക്കെ മനസ്സിലായി. അല്ല, അനീഷിന് ആ സമയത്ത് ഗെയിം സ്ട്രാറ്റജി, ആള് എന്ത് ഗെയിം സ്ട്രാറ്റജി ആയിട്ടാണോ വന്നിട്ടുള്ളത് അതവിടെ വർക്ക് ചെയ്യാന്നുള്ളത് മനസ്സിൽ കണ്ടു. ആ സമയം മുതൽ മുഖം മാറ്റി, അന്യൻ മാറി, അമ്പി മാറി നേരെ അന്യനിലേക്ക് മാറി. അപ്പൊ തന്നെ അവിടുന്ന് ലാലേട്ടനൊക്കെ പറഞ്ഞു ചുമ്മാ ഒരു തമാശക്ക് വേണ്ടി അനീഷ് മുഖം മാറാറിയോ. ബിഗ് ബോസ് വരെ തനിക്കെതിരെ ഇത് ചെയ്യുന്നു, എന്നെ ഒറ്റപ്പെടുത്തുന്നു. ആ സ്ട്രാറ്റജിയാണ് അവിടെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നത്. എടാ ആളോട് ഒരു തമാശയാണെന്ന് പോലും പറയാൻ പറ്റില്ല. ലാലേട്ടൻ തമാശയാണോ അനീഷ് എന്ന് പറയുമ്പോഴാണ് ആള് ചിരിച്ചിട്ട് ഓക്കെ അതുവരെ ആളുടെ മുഖം മറ്റേ എന്തൊരു കോലത്തിലായിരുന്നു അറിയോ. വല്ലാത്തൊരു മനുഷ്യൻ തന്നെയായിരുന്നു. അടുത്ത നിന്റെ സംഭവം പാല് ഞാൻ പറയണത്, അതായത് ഞങ്ങളിങ്ങനെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഹോട്ട്സ്റ്റാർ രാവിലെ ഇരുന്നിട്ട് കാണും. അപ്പോൾ ഞാൻ പറഞ്ഞേ അവൻ്റെ ഒരു പാലും തൈരും മോരും ഇത് പറഞ്ഞ് അത് ഇവൻ പറയാ അത് അതുപോലെ തെറ്റിച്ച് തന്നെ അങ്ങനെ തന്നെ പറഞ്ഞു വന്നു. തെറ്റിയാന്ന് പറഞ്ഞു. ഇപ്പൊ കണ്ടോ 4 വെള്ളനിര ആൾറെഡി എക്സ്പോസ് ആയി പുറത്ത്. ഇനി എന്റെ വൃത്തികെട്ട സ്വഭാവം കൂടി നീ പുറത്ത് കാണിക്കില്ല. എന്റെ ആദ്യം ഒന്ന് പുറത്ത് കാണിപ്പോയില്ലേ കേസ് അറിയാൻ വന്നു. അപ്പൊ ഒന്ന് കോംപ്രമൈസ് ചെയ്ത് പിടിച്ചു പോണ്ടേ, ഒരുമിച്ച് പോണ്ടേ. അപ്പൊ നിന്റെ ഒരു മായും കൂടി വന്നാ ഓക്കെ. ഫണ്ട് പറഞ്ഞാണ് ജസ്റ്റ് ഫോർ എ ഫണ്ണ. എന്താണെങ്കിലും അതിനെ കുറിച്ച് വൻ ചോദ്യമായിരുന്നു ഇവർക്ക്. ഒരു സത്യമായിട്ട് പറയാം, അങ്ങനെ ദേഷ്യം വന്നത് ഓറ ഇട്ടിട്ടാണോ തൈര് എങ്ങനെ ഉണ്ടാക്കുന്നു, തൈര് എങ്ങനെ ആവുന്നു, തൈര് ഉണ്ടാക്കുന്ന ഒറ വെച്ചിട്ടാ ഒറ എങ്ങനെ ഉണ്ടാവുന്നു ലാലേട്ടനോട് ഇരുന്ന് ഉണ്ടാക്കുക. എന്നിട്ട് അതില് കിടന്നിട്ട് അവിടുന്ന് അപ്പുറത്ത് കുടിച്ചാ മറ്റേ വയറിന് കേടുവരൂലേ, ഇവിടെ കുടിച്ചാ വയറിന് കേട്. എന്ത് വയറിനും മോരായ സാധനത്തെ ഇച്ചിരി എരിവൂട്ട് കുടിക്കണേ എന്തൊക്കെ കുഴപ്പമില്ല. അല്ലേ ഇവര് പറയാണ്, അല്ലെ പാല് കേടുന്ന തന്നെയല്ലേ മോരും തൈരും ഒക്കെ.
പാലിരിക്കും തോറും ഇതാവുന്നതാണ് മോരും തൈരും ഒക്കെ ആവുന്നത്. പിന്നെ നമുക്ക് വയറ് ഇളകി കഴിഞ്ഞാൽ വളരെ നല്ലതാ. അതായത് എന്തിനാണ് തൈര് ഈ സലാഡായിട്ട് നമ്മള് ഫുഡില് എപ്പോഴും അത്ര ഗംഭീര സാധനം, വയറെപ്പോഴും കൂളായിട്ടിരിക്കാനും ദഹനവും എല്ലാത്തിനും. അതായത് പാലിന്റെ അവസ്ഥ അതാണ്, പാലാണ് ഒറിജിനൽ അവസ്ഥ. അതിൽ നിന്ന് മാറിയിട്ട് ബാക്ടീരിയ ഒക്കെ കൂടിയിട്ട് അത് ആകെ കേടുവരികയാണ്. ആ സാധനം നമ്മുടെ വയറ്റിൽ പോയി നന്നായിട്ട് വർക്കാവും. അത് നല്ല ദഹനത്തിന് നല്ല ഗുണം ചെയ്യുന്ന സാധനമാണ്. നമ്മളും അവരെ പോലെ ആവല്ലോ. അല്ല, അങ്ങനെ ഫീൽ വരുന്നില്ലേ? നമ്മൾ മൊത്തത്തിൽ മാറിപ്പോയില്ല. അത് തന്നെയായിരുന്നു ഇതിനകത്തും അവസ്ഥ. മിനിഞ്ഞാന്ന് ശനിയാഴ്ച അനുമോള് പറഞ്ഞത് ആൾക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് അതായിരുന്നു അടുത്തത്. അതായത് ഇതൊരു 5 എപ്പിസോഡ് പോലും വിഷയമല്ല, പറഞ്ഞ് ക്ലിയർ ചെയ്തിട്ട് പോയാൽ മതി എന്നുള്ള രീതിയിലൊരു ഇതുണ്ടായിരുന്നു. അതേപോലെ ആയിരുന്നു ഇതും. ഇനി അതിനുശേഷം അടുത്തതും ഫുഡ് ഉണ്ടാക്കുന്നതിന്, അതായത് രാത്രി ഫുഡ് ഉണ്ടാക്കി കൊടുത്തതിനെ കുറിച്ച് ചോദ്യം ചെയ്തു. അത് സംഭവം എല്ലാരും കണ്ട സാധനമാണ്. അവിടെ വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർക്ക് പോയി ഓംലെറ്റ് അല്ല ബുൾസ ഉണ്ടാക്കി കൊടുത്തു. അതിനുശേഷം കടലമാവ് എടുത്തിട്ട് ദോശ ഉണ്ടാക്കി തരാൻ പറഞ്ഞു. ദോശ ഉണ്ടാക്കി കൊടുത്തു. ദോശ ഉണ്ടാക്കി കൊടുത്തിട്ട് ആതിരയ്ക്കും നൂറയ്ക്കും ദോശയും കൊണ്ട് അകത്തി ചെന്നപ്പോ അവിടെ നെവിനും ആതിരയും നൂറയും തന്നെ പ്രശ്നം ഉണ്ടാക്കി. അപ്പൊ പിന്നെ ആ സാധനം എടുത്ത് വാലിടൂലേ? തീർച്ചയായിട്ടും അതിന് വിഷമം തോന്നി. ഞാൻ ഞെട്ടിപ്പോയി എന്ന് അക്ബർ പറയേണ്ട കാര്യം ഉണ്ട് അവിടെ. അക്ബർ അത് പറയാം, വിശന്നിരിക്കുന്ന ഞങ്ങൾക്ക് പോലും തരാം. അതിന് തൊട്ട് മുന്നേ ഉണ്ടാക്കി കൊടുത്ത് വയറ് നിറച്ച് വന്നിട്ട് കള്ളപ്പന്ന പാണ്ടിപ്പ് കരിമ്പാറ ഞാൻ അവിടെ നിർത്തി. എന്നിട്ട് ഇരുന്നിട്ട് പറയാണ് വിശന്നിരിക്കുന്ന അനുമോൾ അങ്ങനെ തിന്നുന്ന കണ്ടപ്പോ ഞങ്ങൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായില്ലേ എന്ന്. എന്ത് ബുദ്ധിമുട്ട്? തിന്ന് മറ്റേ ബുൾസയും ഇത് നിന്ന് അനുമോള് കഴിച്ചിട്ടില്ല. അപ്പം അനുമോൾ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇത് അതിലേക്ക് നൂറയ്ക്കും ആണെന്ന് പറഞ്ഞ് കൊണ്ടുപോയ സാധനമാണ്. അവിടെ നെവിൻ വന്ന് തട്ടിപ്പറിച്ചപ്പോഴാണ് അനുമോൾ അതെടുത്ത് വായിലോട്ടിട്ടത്. അങ്ങനെ നീ നക്കണ്ട നാറിന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് തന്നെയാ കലിപ്പുള്ള ഭർത്താവ്. ഭയങ്കര മോശമായിട്ടാ പോകുന്നത്. വളരെ വളരെ മോശമാണ്. നീ നന്നാവ്. അല്ല, നേരത്തെ ഞാൻ ആ മറ്റേ സംഭവം പറഞ്ഞായിരുന്നോ? അല്ല, ഈ ബിഗ് ബോസ് ലാസ്റ്റിലേക്ക് വരുമ്പോ എല്ലാരും ഇങ്ങനെ പറയാലോ. അത് നീ പറഞ്ഞായിരുന്നു. അത് അക്ബറിന് വേണ്ടി പറയുന്നതിലേ, ഈ അക്ബറിനെ വെളുപ്പിക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ നമുക്കിത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ടും ഇനി അത് മനസ്സിലായില്ല എന്ന് പറഞ്ഞ് ഓരോരുത്തർ പറയുന്നുണ്ടെങ്കിൽ അവരെ സൂക്ഷിക്കുക. ബിഗ് ബോസിന്റെ ടീമിനെ സുഖിപ്പിക്കുക, അതിനു വേണ്ടി സംസാരിക്കുക എന്നുള്ള ലെവലിലേക്ക് അവർ പോകുന്നു. ഞങ്ങൾക്ക് അതിന് സൗകര്യമില്ല, മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് ബിഗ് ബോസ് ഇവിടെ നിലനിൽക്കണം എന്ന് ഞങ്ങൾക്ക് ഒരു ആഗ്രഹമില്ല. ഞങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കില്ല. നമ്മുടെ ഈ ചാനൽ ഒരു കുഴപ്പമില്ല. ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല. ഞങ്ങള് പറയട്ടെ ഇനി അതെ, അതിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ പറഞ്ഞത്. അല്ല, ഇവരെന്തറിയോ, ഇവര് ഉപജീവന മാർഗം ഇതാണല്ലോ, അതുകൊണ്ട് ബിഗ് ബോസ് വേണല്ലോ. ആ ഒരു കമ്മിറ്റ്മെന്റ് ഞങ്ങൾക്ക് ഉള്ള കാര്യം പറയാം. അതൊക്കെ ബിഗ് ബോസ് സീസൺ 4 കഴിഞ്ഞതിന് ശേഷം പോയി. മനസ്സിലായില്ലേ? ടീം എന്ന് പറഞ്ഞാൽ അതായത് ഇവരുടെ ടീം ബന്ധമുള്ള ആൾക്കാരെ അതിനകത്ത് കയറ്റുന്നു. എന്തുകൊണ്ടാണ് അനീഷ് അതിനകത്ത് കയറിയെന്നുള്ളത് നിങ്ങൾക്ക് അറിയോ? സർഗോ തന്നെയായിരുന്നു മറ്റേ സെൽമി ഡാൻസർ ഡയറക്ട് ചെയ്തിരുന്നത്. എന്തുകൊണ്ടാണെന്നുള്ള ചിന്തിക്കുക. മൈജി അതിന്റെ മറ്റേ സംഭവം, എന്നിട്ട് കോമഡർ ഒന്നും പറഞ്ഞിട്ട് കയറ്റി വിട്ടിരിക്കുകയാണ്. ഇനി ഇതിന്റെ ഓരോരുത്തരെ ഇപ്പൊ സർഗോ, അക്ബറിന്റെ ഫ്രണ്ട് KP നമ്പൂരീസ്, പിന്നെ ഇതിന്റെ പ്രൊഡക്ഷൻ ടീമിൽ ആര്യന്റെ ഫാദറും ഉണ്ടെന്നുള്ളതാണ് കേൾക്കുന്നത്. അങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ അവരുടെ അച്ഛനെ കുറിച്ച് ആര്യൻ ഇതുവരെ അവിടെ മിണ്ടിയിട്ടില്ല. പ്രൊഡ്യൂസറാന്നുള്ളത് ഇതുവരെ പറഞ്ഞിട്ട് പോലും. അതെ, ഇതിനകത്ത് എന്തെന്നറിയോ, ഇവരുടെ കുടുംബക്കാരെ വെച്ചിട്ട് പരിപാടി നടത്താൻ ഇതൊക്കെ സത്യമാണ് നമ്മൾ പറയുന്നില്ല കേട്ടോ. ഇതൊക്കെ അങ്ങനെ കേൾക്കുന്നു, ഇതൊക്കെ പുറത്തു വരുന്ന ന്യൂസുകളാണ്. എന്നാണെങ്കിലും കാര്യത്തിലേക്ക് വരാം. അപ്പം ഈ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നതിനെ കുറിച്ച് ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട്. ഷാനവാസിനോട് ചോദിച്ചപ്പോ ഷാനവാസ് പറഞ്ഞു കിച്ചൺ ക്യാപ്റ്റൻ ആയതിനോട് ചോദിച്ചിട്ടില്ലായിരുന്നു എന്ന്. അവിടെ കിച്ചൺ ക്യാപ്റ്റൻ ഒരു പ്രയോറിറ്റി ഇല്ല. കാരണം അത് അവിടെ അനുമോള് ചെയ്യാൻ കാരണം അവിടെ അനുവാദം കൊടുത്തത് സാബുമാനാണ് അവിടുത്തെ മെയിൻ ക്യാപ്റ്റൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് കിച്ചൺ ക്യാപ്റ്റൻ? അതായത് രാജാവ് പറഞ്ഞു ഇനി മന്ത്രി കൂടെ പറഞ്ഞിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടു. അതാണ് രാജാവ് പറഞ്ഞാൽ പിന്നെ മന്ത്രിന്റെ അനുവാദത്തിന് ആരെങ്കിലും വെയിറ്റ് ചെയ്യോ, ഒരു കുഴപ്പമില്ല, പോട്ടെ. എന്താണെങ്കിലും അതിനുശേഷം ലാലേട്ടൻ പറഞ്ഞു എന്തൊക്കെ സാധനങ്ങൾ ഞാൻ അങ്ങോട്ട് കൊടുത്തുവിടാൻ വേണ്ടി ഇരുന്നതാ, ഇനി ഒന്നും കൊടുത്തുവിടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അനുമോള് കറക്റ്റ് നന്നായി പോയി. സന്തോഷം. നന്നായി. അല്ലെങ്കിലും ഇവർ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്നിട്ട് വെറുതെ ഒരാളെ തലീക്കണ് കെട്ടി വെക്കും. എടാ പാല് കൊടുത്താനെ ഞാൻ നല്ല സാധനം നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി അയച്ചതല്ലേ എന്ന് പറഞ്ഞു. നല്ല സാധനം അയക്കേണ്ടത്, നല്ല സാധനം കൊടുത്തോണ്ടേ പിരിഞ്ഞ പാല് കൊടുത്തുവിട്ടിട്ട് അവസാനം പാല് കാച്ചാൻ എടുത്തോർക്ക് കുറ്റം. അതായത് ഇത് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി ഞാൻ കൊടുത്തയച്ചതല്ലേ എന്ന് പറഞ്ഞ സാധനം കേടുവന്ന പാലാണ് അവർ കാച്ചി കുടിക്കേണ്ടത്. അതുപോലും ഉറപ്പുവരുത്താത്ത ലെവല് സാധനമാണ് ഇവര്. അത് കഴിഞ്ഞിട്ട് ഇത് കേടാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പിന്നീട് 2 പാക്കറ്റ് പാല് കൊടുത്തു. അതെ, പകരം ഉണ്ടാക്കല്ലേ, അധികം ഉണ്ടാക്കിക്കൊണ്ട് വരല്ലേ.
വേറെ മൂഡിലാണ്. സ്വഭാവം മാറിക്കഴിഞ്ഞുണ്ടല്ലോ വളരെ മോശം. പിന്നെ നമുക്ക് വേറെ മൂഡിലാണ്. പിന്നെ അടുത്തത് നെവിന്റെ ഉറപ്പിക്കൽ സൂപ്പർ. സമ്മതിക്കൂല. അതെങ്ങനെയാണ് ഇങ്ങനെ ഇത്ര കാര്യങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ നെവിനെ തുടങ്ങിക്കോ, എന്റെ എന്റർടൈൻമെന്റ്സ് ഉള്ള സമയമായി എന്ന് പറയുന്നു. എന്നിട്ട് ഞങ്ങളെ മനഃപൂർവ്വം സ്കിപ്പ് ചെയ്യിപ്പിക്കാനായിട്ട് ഞങ്ങളങ്ങനെ അമ്മോ അഞ്ജനെ സ്വാമി അറിയോ നമ്മളെ മാറാൻ സമ്മതിക്കൂല. പാണ്ടിക്കരിമ്പാറ നെവിൻ വന്നിട്ട് പിന്നെ അതിനെ കുറിച്ചൊരു വിശദീകരണ എന്താന്നറിയോ, മറ്റേ ദോശ കൊടുത്തതിന്റെയും ആ സമയത്തുണ്ടായിരുന്ന സിറ്റുവേഷനും ആ കാര്യങ്ങളൊക്കെ ഇത് പറയുന്ന രീതി ഇതെന്താ അറിയോ, അന്തസ്സായിട്ട് സാധാരണ പോലെ പറഞ്ഞാ ഓക്കെ. ഇത് ഭയങ്കര ലൂസ് ടോക്കാണ്. ആളിങ്ങനെ പതപ്പിക്കാൻ ചെയ്യുന്നത് പോലെ ഇത് കേൾക്കുന്ന നമുക്ക് മനസ്സിലാവും എന്ത് തേങ്ങയാണ് ഈ ചെങ്ങായി പറയുന്നത്. വെറുതെ അല്ല വിഷയല്ല, അളിയാൻ വിട്ടുകൊടുക്കുന്ന എന്തിനറിയോ, അല്ല ബിഗ് ബോസിന്റെ മനഃപൂർവ്വമുള്ള കളിയാണ്. ഇനി അടുത്തതായിട്ട് വെട്ടും അക്ബറിനെ സേവ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ ഒരു അറവുമാട് വേണം. ആ സമയത്ത് അറക്കാൻ വെച്ചിരിക്കുന്ന കോഴിയാണ് എന്നുള്ള സാബു മോൻ, നമ്മുടെ സാബുമോൻ അല്ലേ, സാബുമാനല്ല സാബുമോൻ, ബിഗ് ബോസ് സീസൺ 1 വിന്നർ സാബുമോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ അറക്കാൻ വെച്ചിരിക്കുന്ന കോഴിയാണ്. നൂറ ഒക്കെ അറക്കാൻ വെച്ചിരിക്കുന്ന ഇവരൊക്കെ ഇനി 4 പേര് പോവാനുണ്ട്. അതായത് ഈ വീക്കെൻഡ് ലാസ്റ്റ് വീക്ക് ആകുമ്പോഴത്തേക്ക് ആ 4 പേരിൽ പല കോഴികളും അതിനകത്ത് പോകും, വീഴും. അക്ബറിന് വേണ്ടി പലരുടെയും ജിസേലിനേക്കാളും അർഹത ഉണ്ടോ അക്ബറിന് അവിടെ നിൽക്കാൻ? അക്ബറിന് വേണ്ടി വെട്ടിയതാ. പിന്നെ ആരിന് വേണ്ടിയിട്ടും ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. നമുക്ക് ഇതൊക്കെ അതിന്റെ ഭാഗമാണ് ഇതും. അതായത് നെവിനെ അങ്ങനെ വെറുപ്പിക്കാൻ ഇട്ട് തരുന്നുണ്ട്. അതിലൂടെ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും കുഴപ്പമില്ല. ഇനി അടുത്ത ആഴ്ച പോകാനുള്ളതാണ്. അതായത് ജനങ്ങൾ ആ ആൾക്കെതിരെ തിരിയുന്നുണ്ട്. ആ ലെവലിലേക്ക് ലെവലിൽ എത്തുമ്പോ അങ്ങോട്ട് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ പക്ക ഫെയർ എവിക്ഷൻ ആ ലെവലിലേക്ക് എത്തും. എന്താണെങ്കിലും അതിനുശേഷം അനുമോളുടെ പാവ എടുത്തു വെച്ചതിനെ കുറിച്ചൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. മാത്രം ബാക്കി വെച്ചത് സത്യം പറഞ്ഞാൽ ഒരു കാര്യം അനുമോളോട് ചോദിക്കാൻ പറ്റില്ല. ചോദിക്കുന്നതിനൊക്കെ ഉത്തരം പറയാൻ അവിടെ ഉള്ളത് നെവിൻ. എന്തൊരു അതാണ് ബിഗ് ബോസ് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആള് വേറെ സമയത്ത് പറയുന്നുണ്ട് ഞാൻ കള്ളനാണ്, ഞാൻ അത് കട്ടു, കാപ്പിപ്പൊടി കക്കുന്നു എന്നൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതും ബിഗ് ബോസിൽ ഭാഗമാണ്. പിന്നെ കട്ടിട്ടല്ലേ പറഞ്ഞിട്ടുള്ളൂ, പറഞ്ഞിട്ടില്ലല്ലോ, ഇതൊക്കെ ചെയ്ത കാര്യല്ലേ. പാണ്ടിക്കാരും പോട്ടെ എന്ന് പറയാൻ വന്നാ വേറെ ഒന്നല്ലോട്ടോ, വേറെ ഒന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, മനസ്സിൽ പോലും ഉദ്ദേശിച്ചിട്ടില്ല. അടുത്തത് ഷാനവാസിനോടായിരുന്നു. ഷാനവാസിനോട് ലാലേട്ടൻ നിങ്ങൾക്ക് എന്താ പറ്റിയത്, നിങ്ങൾ ഡൗൺ ആണല്ലോ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എന്തെങ്കിലും പറഞ്ഞതിനാണോ? ഹേയ് അല്ല ലാലേട്ടാ, അതൊക്കെ അപ്ലൈ വിട്ടു എന്ന് പറഞ്ഞു കൊടുത്ത് പിന്നെ അതന്നെ വായിലേക്ക് കേറിയിട്ട് അതുകൊണ്ടാണെന്ന് ഡൗൺ ആണെന്നുള്ളത് വരുത്തി തീർക്കണം. മാത്രല്ല അത് ബിഗ് ബോസിൽ ലാലേട്ടൻ കഴിഞ്ഞ വീക്കെൻഡിൽ വന്നിട്ട് പണി കൊടുത്തതിന്റെ ഭാഗമാണ് എന്ന് ആക്കി തീർക്കുക. ശരിയായിരിക്കാം, അങ്ങനെ ആയിരിക്കാം. പക്ഷെ അങ്ങനെ ആ സാധനത്തിനൊക്കെ മറികടന്ന് എപ്പോഴോ ഷാനവാസ് പിന്നെ ഷാനവാസ് അതിന്റെ പിറ്റേ ദിവസം തന്നെ അതിനെതിരെയുള്ള പണികൾ എടുത്തു തുടങ്ങിയ അതെ ആ ഷാനവാസിന്റെ അടുത്ത് വന്നിട്ടാണ് ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നോ പ്രോബ്ലം പറഞ്ഞു. അന്ന് അപ്പൊ കുറച്ച് വിഷമം ഉണ്ടായിരുന്നു, അതല്ലേ ഉള്ളൂ. അതെ ലാലേട്ടാ, ഞാൻ മണിക്കൂട്ടനല്ല ചാടി അപ്പുറത്ത് ചാടി പോവാനെന്ന് പറയണം. അപ്പൊ അത് പറയണേ. പല സാധനങ്ങൾക്കും നമ്മൾ ഇങ്ങനെ മറുപടി അങ്ങോട്ട് പറഞ്ഞാലോ. അടുത്തത് ടിക്കറ്റ് ടു ഫിനാലയുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യായിരുന്നു കേട്ടോ. മത്സരം നല്ല മത്സരമായിരുന്നു. അനീഷ് എല്ലായിടത്തും പോയിട്ട് അനീഷിന് മാത്രല്ല വീക്കെൻഡ് എപ്പിസോഡ് ഈ വിരലിൽ ഇത് തട്ടുന്നത് ആൾക്കറിയാം. എന്നിട്ട് എന്തിനാണ് അങ്ങനെ നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് വാദിക്കുന്നത്. ഒരു തവണ ബിഗ് ബോസ് പിടിച്ചു, രണ്ടാമത്തെ തവണ ഇത് സംഭവിച്ചു. എന്നിട്ട് ബിഗ് ബോസ് സാരന്നില്ല. മൂന്നാമത്തെ ബിഗ് ബോസ് അത് വിട്ടത്. അതന്നെ ബിഗ് ബോസ് വിടാൻ കാരണം അറിയോ, 2 പ്രാവശ്യം പറഞ്ഞിട്ട് ഇത് തന്നെ ചെയ്യും. മൂന്നാമത്തെ തവണ ആയാലും ജയിക്കാൻ പോകുന്നില്ല, സമയം വെച്ചിട്ടാണ് കളി എന്നുള്ളത് അപ്പോഴും മറ്റുള്ളവർ മനസ്സിലാക്കിയിട്ടില്ല. അതിന്റെ ടൈം കഴിഞ്ഞു, അതുകൊണ്ടാണ് ബിഗ് ബോസ് ഒന്നും മിണ്ടാതിരുന്നത്. പോട്ടെ അടുത്ത ആള് വരട്ടെ എന്ന് പറഞ്ഞത്. എന്താണെങ്കിലും അനീഷിന്റെ കാര്യത്തില് നന്നായിട്ട് അവിടെ നിന്ന് ഭയങ്കരമായിട്ട് വാദിക്കുന്നുണ്ടായിരുന്നു അനീഷ്. അത് വിൻ ചെയ്തത് നെവിനാട്ടോ. വെറും 10 സെക്കൻഡ് എടുത്തത്. 10 സെക്കൻഡ് ഉണ്ട്. ശരിക്കും റാം വാക്ക് ഒക്കെ ചെയ്യുന്ന പോലെ നടന്നു പരിപാടി. അതിലേക്ക് താഴേക്ക് നോക്കിയിട്ടില്ല. അതാണ് അത്രക്ക് ധൈര്യമാണ് അത് ആള് പറയുകയും ചെയ്തിട്ട് ഇതിന് ശേഷം എന്റെ പ്രൊഫഷന്റെ ഇതാണ് അതിൽ വന്നത്. അത് ഗംഭീരമായിട്ടുണ്ടായിരുന്നു. അതാണ് എയിം നോക്കുക, ടാർഗറ്റിലേക്ക് നോക്കുക, നേരെ പോവുക. സിമ്പിൾ പരിപാടി, അടിപൊളിയായിരുന്നു.
ആദില 14 സെക്കൻഡ് എടുത്തു 2ാം സ്ഥാനം. പക്ഷെ ഫസ്റ്റിലുള്ള ആൾക്കാർക്ക് കിട്ടുള്ളൂ. അതിനുശേഷം ഈ പരിപാടിക്ക് ശേഷം എവിക്ഷൻ പ്രക്രിയയിലേക്ക് കടന്നു. അക്ബറിന് ഇതാവായിരുന്നു. പക്ഷെ അക്ബർ കയറി വരില്ല. എന്ത് ചെയ്യാനാ? ബിഗ് ബോസ് ശ്രമിക്കും, ഏതിലും ബിഗ് ബോസ് അറിഞ്ഞു കൊടുക്കുന്നത് ഇതൊക്കെ നമുക്ക് ചോദിക്കാനുള്ളതാ. അതായത് ഇപ്പൊ പറയും ലാസ്റ്റിലേക്ക് എത്തുമ്പോ ഒരാൾക്ക് വേണ്ടിയിട്ട് ബിഗ് ബോസ് നിൽക്കുന്നു എന്ന് പൊതുവെ PR പറഞ്ഞ് പരത്തുന്നൊരു കിംബദന്തി ഉണ്ട്. ഇത് കിംബദന്തി ഒന്നല്ല, നിങ്ങളെടുത്ത് നോക്കുക. പൊക്കിയെടുക്കാൻ ഗെയിമില് ആൾക്ക് ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കും. മനപ്പൂർവ്വം പല തവണ നമ്മൾ കണ്ടതാണ്. അതായത് ആദിലാനൂറ ആ ക്യാപ്പില്ലേ, കിരീടം ടാസ്കില്ലേ, അതിൽ ജയിച്ചപ്പോ അത് അക്ബറിന് വേണ്ടി ശ്രമിച്ചതാ. ഹൈറ്റിന്റെ അത് വെച്ചിട്ട് നടന്നില്ല. ആദില കിട്ടി. അതിനുശേഷം ആദിലേക്ക് തിരിച്ചു പോകാൻ കൊടുത്ത് തിരിച്ചടിപ്പിച്ച ആളാ. സത്യം മനസ്സിലാക്കണം. ക്യാപ്റ്റൻ ആവാൻ പറ്റൂല എന്നുള്ള ഇത് വൈൽഡ് കാർഡ് വന്നപ്പോ കിട്ടി. വൈൽഡ് കാർഡ് വന്നപ്പോഴല്ലേ കിട്ടിയത്. ക്യാപ്റ്റൻ ആകാൻ ഒരിക്കലും പറ്റില്ല എന്ന് ആർക്ക് അക്ബറിന് പണി കിട്ടി. എന്നിട്ട് അതിനുശേഷം ഇവര് തന്നെ പ്ലാൻ ചെയ്ത് ഗെയിം കൊടുത്ത് അക്ബറിന് തിരിച്ചു കൊടുത്തു ക്യാപ്റ്റൻ. എന്നിട്ട് അതിനുശേഷം അവസരം കിട്ടിയോ? ഇല്ല. അവസരം കിട്ടിയപ്പോഴോ ഒന്നും ആയിട്ടില്ല. കഴിയില്ല. ഇവര് ശ്രമിക്കും, പക്ഷെ കഴിയില്ല. ഇനി നോക്കോ, ഇന്നത്തെ ദിവസം ഇന്ന് നോക്കോ. ഇന്ന് ക്യാപ്റ്റൻസി ടാസ്ക് 3 പേരാണ്. ഒന്ന് നെവിൻ, ആര്യൻ, അക്ബർ ജയിക്കാൻ വേണ്ടി അതിന് അനുയോജ്യമായിട്ടുള്ള ഏതെങ്കിലും ഗെയിം കൊടുക്കും. അതിന്റെ രീതിയിലായിരിക്കും ഇന്നത്തെ നടക്കാൻ പോകുന്നത്. അക്ബറിനെ വിൻ ചെയ്യിപ്പിക്കാനുള്ള എന്തെങ്കിലും കളികൾ തീർച്ചയായും നടക്കും, ഉറപ്പായിട്ടും ഉണ്ടാവും. എന്താണെങ്കിലും ഇതിനുശേഷം എവിക്ഷൻ ആയിരുന്നു. എവിക്ഷനില് 2 കാർ കൊണ്ട് നിർത്തി 2 കാറിലേക്ക് 2 പേരും കയറ്റുന്നു പറഞ്ഞാണല്ലോ. എന്തിനാണ് എന്നാ ഇപ്പൊ തന്നെ ഒരു കപ്പ് എടുത്ത് കൊടുത്തേക്ക്. അതെ, അക്കുമോൻ ഒരു കപ്പ് അതങ്ങ് നിങ്ങളങ്ങ് തീരുമാനിച്ചാ പോരെ, അതങ്ങ് കൊടുത്താ പോരെ. ഈ വിഷയമല്ലല്ലോ. അതായത് ഈ പ്ലാൻ കുറച്ച് മുൻപേ തുടങ്ങിയിരിക്കുന്നു കേട്ടോ. അതായത് ആദില, ജിസേൽ ഇവരെ ഔട്ടാക്കാൻ എടുത്ത സ്ട്രാറ്റജി ഉണ്ട്, അല്ല ഗെയിം ഉണ്ട്, ടാസ്ക്. ഇവർ 2 പേരും പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് എന്നിട്ട് പ്രധാന വാതിലൂടെ ഒരാൾ അകത്തേക്ക് കയറി വരും. അന്ന് ആദില കയറി വന്നു, ജിസേൽ പുറത്തായി. ഓക്കെ, ആ രീതിയിൽ അത് ഇതിനു മുൻപ് അങ്ങനെ നടന്നിട്ടുണ്ടല്ലോ എന്ന് പറയാനാണ് ആ സാധനം അവിടെ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അക്ബറിനെയും ലക്ഷ്മിനെയും ഇന്നലെ ഓരോ കാറിൽ കയറ്റിയിട്ട് പുറത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് പറയേണ്ടതൊക്കെ പറഞ്ഞു കൊടുത്തു. എല്ലാം ഗെയിമിനെ കുറിച്ചുള്ള എല്ലാ ഐഡിയകളും പറഞ്ഞു കൊടുത്തു. ഇനി നീ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, നീ ഇതൊക്കെയാണ് ചെയ്യേണ്ടത്, ഞങ്ങൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യും, അതുകൊണ്ട് അതിനനുസരിച്ച് പിടിച്ചു നിന്നോ, ഞാൻ നോക്കിക്കോളാം മോനെ ഞാൻ എന്ന് പറഞ്ഞ് തിരിച്ചകത്തോണ്ടിട്ട് പോയി. ലക്ഷ്മിനെ പുറത്താക്കണം അത്ര ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് ഇവർക്ക് ലക്ഷ്യം അക്ബറിന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അത് 100% ഉറപ്പല്ലേ. പിന്നെ ലക്ഷ്മി എവിക്റ്റായി, ലാലേട്ടന്റെ അടുത്തെത്തി. ലക്ഷ്മിനോട് ലാലേട്ടൻ തന്നെ ലാലേട്ടൻ വളരെ സിമ്പിൾ ആയിട്ട് അത് ചോദ്യമായിരുന്നു. അതായത് അവിടെ ഇതിനകത്ത് നിന്നിട്ട് ആരോടെങ്കിലും ഒരു രീതിയിൽ വെക്കാൻ തോന്നിയില്ലേ എന്ന്, അതില്ലാത്തത് കൊണ്ടാണ് ആ പുറത്ത്. ഇതാണ് ബിന്നി പോയപ്പോഴും ഉണ്ടാകാത്ത ഈ അവസ്ഥ. അതായത് ഇവര് പോയപ്പോ എന്തെങ്കിലും ആർക്കൊരു പ്രശ്നമില്ല. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്, അതിനെ വെറുതെ പ്രാങ്ക് ആക്കിയതാണ്. അതിന് പോയപ്പോ അവിടുത്തെ സിറ്റുവേഷൻ എന്തായിരുന്നു? ഇതിന്റെ ഭാഗം ഉണ്ടായി ഒറിജിനൽ ആയിട്ട് നിങ്ങൾ കുഴപ്പമില്ല. അത് ഇവർക്ക് ഇത്രേ ഉള്ളൂ, അക്ബർ തിരിച്ചു വരുമോ നോക്കാം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അത് അവർക്ക് ഉറപ്പുമായിരുന്നു. അത് അവര് തന്നെ തീരുമാനിച്ച് ആരിനൊക്കെ 100 പ്രാവശ്യം പറയുന്നു ഉറപ്പായിട്ട് അക്ബർ തിരിച്ചു വരും എന്നുള്ളത്. പിന്നെ പറയണല്ലോ എന്ന് വിചാരിച്ചിട്ട് ലക്ഷ്മി തിരിച്ചു വരുമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. ലക്ഷ്മി പോയി, ഒരു പ്രശ്നം ആർക്കില്ല. അതൊരു വലിയ പരാജയമാണ്. ആദ്യം തുടക്കത്തിലൊക്കെ ഓക്കെ, ഇപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അങ്ങനത്തെ സ്വഭാവമാണ് ലക്ഷ്മിക്ക്. അത് കഴിഞ്ഞിട്ട് ലക്ഷ്മിനോട് ലാലേട്ടൻ ചോദിക്കണ്ടല്ലോ ആര് കപ്പടിക്കും എന്നാണ് തോന്നുന്നതെന്ന്. നെവിന് ഏത് മറ്റേ വെച്ചേക്കുന്ന അതല്ലേ ഏതോ ഇതിന്റെ സെന്ററിലേ ഒരു 50 ദിവസം ആകുന്നതിന് മുമ്പ് എപ്പോഴോ ആരോ ട്രിഗർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഓടി പുറത്തിയാടിയ ആ നെവിനോ, ആ നെവിനെ കുറിച്ചാണോ പറയുന്നത്? കപ്പനർഹൻ പുറത്തിയാടിയത് പോട്ടെ, ഈ ആഴ്ച അറക്കാൻ വെച്ചേക്കണ മുതലാണത്. അതിന് കപ്പെടുത്ത് കൊടുക്കാനാണെങ്കിൽ ഈ അക്ബറിന് ഇവർ ഇത്രയും വെളുപ്പിക്കേണ്ട ആവശ്യം അല്ല. നെവിനെ ഒരു ചിലപ്പോ വേറുള്ള ആൾക്കാരെ പോയി കഴിഞ്ഞിട്ട് അറുത്തിട്ടേ ചെയ്യുള്ളൂ. അതൊക്കെ നെവിനെ കൊണ്ടെടുക്കുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ഇപ്പൊ ആ പുറത്തു പോയ ആളെ, അതായത് അവൻ സ്വയം തീരുമാനിച്ച് പ്രധാന വാതിലൂടെ ചാടി ഓടി പുറത്തിയാടിയതാ. എന്നിട്ട് കൈയും കാലും പിടിച്ച് അകത്ത് കയറി വന്നിട്ടുള്ള നെവിനെയാണോ കപ്പടിക്കാൻ അർഹൻ എന്ന് പറയുന്നത്? കിട്ടും. എന്താണ് പിന്നെ മറ്റൊരു കാര്യം കണ്ടിട്ടാണ് ഞെട്ടിപ്പോയതേ, അക്ബറിന് ഒരു തിരിച്ചുവരവ് കൊടുത്തതുണ്ട്. എന്റെ മോനെ, ഞാൻ ബിഗ് ബോസ് ചരിത്രത്തില് 7 സീസൺ നമ്മൾ കണ്ടിട്ടുണ്ട്. 6ാമത്തെ മാത്രം നമ്മൾ അങ്ങനെ ഫുള്ള് 6ാമത്തെ കാണാതിരുന്നു. തുടക്കം കഴിഞ്ഞ് തന്നെ പിന്നെ കാണാത്തത്.
ബാക്കി 5 സീസൺ കണ്ടതിനകത്തും ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു ഏത് സീസണിലും ഇല്ല. വെൽക്കം ബാക്ക് ഒരു ലെറ്റർ വായിച്ചിട്ട് നിങ്ങൾ ഒരു രാജാവാണ്, ഞങ്ങളുടെ മെയിൻ ആള് നിങ്ങളാണ് എന്ന് പറഞ്ഞു വെക്കുക. അമ്മാതിരി ഒരു സാധനം. അതെന്താ പറ്റും? ഇപ്പൊ ലക്ഷ്മിയാണ് അന്ന് എവിക്റ്റ് ആയിട്ടുള്ളത്, ബാക്കിയുള്ള എല്ലാവരും അതിൽ സേഫായ ആളാ. അതുപോലെ തന്നെ സേഫായ ആളാണ് അക്ബറും. എന്താ മറ്റുള്ളവർക്കൊന്നും കത്ത് വരാവുന്നത്? ഇതിനകത്ത് നെവിൻ ഉണ്ടായിരുന്നു, നൂറ ഉണ്ടായിരുന്നു, ഷാനവാസ് ഉണ്ടായിരുന്നു, പിന്നെ ബാക്കിയുള്ള എല്ലാവരും ആരിനും ഉണ്ടായിരുന്നു. ഈ എല്ലാരും ഇതേപോലെ സേഫ് ആയിട്ടിരിക്കുന്ന ആളാണ്. അതെ. അപ്പൊ ഇതേപോലെ നിങ്ങള് ലെറ്റേഴ്സ് ഇവർക്കൊക്കെ കൊടുക്കണമായിരുന്നു. അതില് സേഫ് ആയത് അക്ബർ മാത്രമല്ലല്ലോ. അതാ പറയുന്നത്. എന്നിട്ട് അക്ബറിന് പ്രത്യേക കത്തോ? ഇനി അത് പോട്ടെ, ലാസ്റ്റിലേക്ക് അങ്ങനെ പലരും ലാസ്റ്റ് വരെ എത്തി നിന്നിട്ട് സേവ് ആവുന്നവരുണ്ട്. അതിനു മുൻപ് പല സീസണിലും ഈ സീസണിൽ തന്നെ അവർക്കൊന്നും ലെറ്റർ വെക്കാതെ നിങ്ങൾ ആൾക്ക് പ്രത്യേക ലെറ്റർ വെച്ചിരിക്കുന്നു. നാണുണ്ടോടാ പാണ്ടി കരിമ്പാറ. മതി, നീ അങ്ങോട്ട് എത്തിക്കാത്തോണ്ട് ഞാൻ എത്തിച്ചു തന്ന. എന്താണെങ്കിലും അതിനുശേഷം അക്ബർ വന്നിരുന്നിട്ട് പറയാ, എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പോകൂല എന്ന്. പ്രതീക്ഷ ഉണ്ടാവും, സർവല്ല എന്റെ ചങ്കല്ല അവിടെ ഇരിക്കണം. പറഞ്ഞു വിടുവോ? നിന്നെ ഞാൻ ആദ്യം പറഞ്ഞോളൂ. ഇതാണ് പാണ്ടിക്കാരിമ്പാറ. ഇതാണ്, ഇത്രേ ഉള്ളൂ. അല്ലാന്ന് എടാ ചെങ്ങായി, നമ്മുടെ ഇമേജിനെ ഇല്ലാതാക്കിയാണ്ട് എന്തിനാണ് എന്റെ ചന്തി ഞാൻ താങ്ങണ്? നമുക്ക് എന്റെ ചന്തി താങ്ങാൻ പറ്റില്ല, നമുക്ക് അക്ബറിന്റെ ഒക്കെ ചന്തി കഴുകി കൊടുക്കാൻ പറ്റൂലേ? നമ്മള് ചോദിക്കുമ്പോ ഒന്ന് താങ്ങി നിർത്താൻ പറ്റുമെന്ന് ചോദിച്ചപ്പോഴും നിർത്താൻ പറ്റൂല. നമ്മൾ അന്തസ് വിട്ടിട്ട് ഒരാളെ ചന്തി നമ്മൾ താങ്ങൂല എന്ന് ആലോചിച്ച് നോക്ക്. സർഗോ നാണല്ലേ, നാറുന്നില്ലേ? നമുക്ക് പോട്ട് കൈയൊന്ന് കഴുകി, ഇനിയും സമയമുണ്ട്, ഒന്ന് വെളുപ്പിച്ചൂടെ ഈ കൈ? ഇത് വെളുപ്പിക്കാൻ നിൽക്കുവോ? ഞാൻ അവിടെ എന്റെ ഫ്രണ്ടിനെ വെളുപ്പിക്കാൻ നിൽക്കുവോ എന്നാണ് സർഗോ ചോദിക്കുന്നത്. ഫ്രണ്ടിനെ വെളുപ്പിക്കുന്നതിലൂടെ ജനങ്ങളെ മൊത്തത്തിൽ വെറുപ്പിക്കുന്നുണ്ട്. അത് സത്യമായിട്ടുണ്ട്. അതിലൂടെ ആ പാവം ലാലേട്ടനെ കൂടി ഇട്ടുന്നിട്ട് ലാലേട്ടനുള്ള തെരുവിടെ വേറെയും വാങ്ങി കൊടുക്കുന്നുണ്ട്. സ്വന്തമായിട്ടൊരു കാര്യം പറയട്ടെ, സർഗോ അക്ബർ നിങ്ങൾ ഫ്രണ്ട്സ് ആണ്, തിക്ക് ഫ്രണ്ട്സ് ആണ്, നമ്മളൊക്കെ ഇവിടെ നാട്ടുകാർ മൊത്തം അറിഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അതൊക്കെ പോട്ടെ, നിങ്ങൾ ഭയങ്കര ആയിക്കോട്ടെ, നിങ്ങൾ തമ്മിലുള്ള ആ ഫ്രണ്ട്ഷിപ്പ് കാണിക്കാൻ വേണ്ടിട്ട് ഒരു പാവം പിടിച്ച മനുഷ്യനെ കൊണ്ടുവന്നിട്ട് നാട്ടുകാരെ തേറി കേൾപ്പിക്കേണ്ട ആവശ്യം, ഒരു കോമാളി വേഷം കെട്ടിക്കേണ്ട കാര്യം പരിപാടി ചെയ്യുന്നത് എന്തിനാ? നിങ്ങളാണ്, നിങ്ങളുടെ ഫ്രണ്ട്സ് ആണ്, അക്ബറിനെ കപ്പ് വേണം, ശരി അങ്ങനെ കൊണ്ടേ കൊടുക്ക്. അത് അവിടെ തീർന്ന പ്രശ്നമാണ്. ബിഗ് ബോസ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് അതിനെ കുറിച്ച് പോയി. ഇപ്പൊ ഇങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങൾ എന്തിനത് കാണുന്നത്, നിങ്ങൾ എന്തിനാ റിവ്യൂ ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിലേ ഞങ്ങൾക്ക് ഇത്രേ പറയാനുള്ളൂ. അതായത് ഞങ്ങൾ ഇതൊരു ഗെയിം, ഒരു ഷോ, ഒരു ചാനൽ നടത്തുന്ന ഒരു ഷോ. ആ ഷോയിൽ ഇതെല്ലാം ഉണ്ടാവും തിരിച്ചറിയുന്ന ആൾക്കാരാണ് ഞങ്ങള്. മനസ്സിലാവുന്നുണ്ട്? അത് ഇതിന്റെ മുൻപുണ്ടായിട്ടുണ്ട്. അതിനകത്ത് കയറാൻ പലരും ശ്രമിക്കുന്ന ആൾക്കാരാ. ഇവർക്കൊക്കെ കിട്ടുന്നതിന് അതിൻ്റെതായ ഒരു കാര്യങ്ങൾ ഉണ്ടാവുന്നത്. ഇനി ഇതിനകത്ത് വേറെ കാര്യങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഈ റിവ്യൂ ചെയ്യുന്നതും ഈ ഇതിനെക്കുറിച്ച് പറയുന്നതും ഒക്കെ ഈ ഷോയിന്റെ ഭാഗമായിട്ട് ഗെയിം എന്നുള്ള രീതിയിൽ, അല്ലാതെ ഈ പറയുന്ന ആൾക്കാരായിട്ട് ആരുമായിട്ടും ഞങ്ങൾക്ക് പുറത്ത് ഒരു കണക്ഷനും ഇല്ല. അവരോട് നമുക്ക് ദേഷ്യം വെക്കേണ്ട ആവശ്യമില്ല. ഷോയിന്റെ ഉള്ളിൽ എന്താണ് ഇവരൊക്കെ ചെയ്യുന്നത് അതിനെ കുറിച്ചാണ്. ഇപ്പൊ ഈ ലാലേട്ടന്റെ കാര്യമാണെങ്കിൽ പോലും പറയുന്നത് അതിനെ കുറിച്ച് മാത്രമാണ്. അല്ലാതെ ഇതൊരു ചാനൽ നടത്തുന്ന, ഒരു ബോർഡ് നടത്തുന്ന ഒരു പ്രോഗ്രാം, അതിൻ്റെതായ കളികളൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ്. അതിന് അത്ര സീരിയസ്നെസ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ പലരും കൂടെ ഉണ്ടല്ലോ ഭയങ്കര ഇമോഷണലി അങ്ങോട്ടും ഇങ്ങോട്ടും തല്ല് പിടിച്ച് മാരകമായിട്ട് ഇതിലേക്ക് എന്തോ ജീവിതത്തിൽ അവർക്ക് ഇതിനേക്കാളും വലുതില്ലപ്പോ. ബിഗ് ബോസ് ആണല്ലോ, അതാണ് ആ ലെവലിലാണ് ഓരോരുത്തർ. ഇതിന് കൊടുക്കേണ്ട ഒരു വാല്യൂ ഉണ്ട്, അത് കൊടുത്താൽ മതി. അതിന്റെ അപ്പുറത്തേക്ക് ഇതിന് ഒരു തേങ്ങയില്ല, ഒരു പ്രയോറിറ്റി ഇല്ല. ഇപ്പൊ എന്റെ ലൈഫിൽ എന്തെങ്കിലും ഇതുള്ള കാര്യമാണ്, നിന്റെ ലൈഫിൽ എന്തെങ്കിലും ഉള്ള കാര്യം, ഇത് കാണുന്നു, അത് എൻജോയ് ചെയ്യുന്നു, അതിനെ കാര്യം പറയുന്നു, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ അക്ബർ കപ്പടിച്ചു, ആര്യം കപ്പടിച്ചു, നെവിൻ കപ്പടിച്ചു, ഇനിയിപ്പോ അനുമോള് കപ്പടിച്ചു, ഷാനവാസ് അടിച്ചു. ഇതിൽ ആരെങ്കിലും അടിച്ചോട്ടെ. ഇപ്പൊ ലക്ഷ്മിയെ ഞങ്ങൾക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല ഈ സീസണിൽ. അത്ര വെറുപ്പിക്കുന്ന ഒരു ക്യാരക്ടറാണെന്നുള്ള രീതിയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വിഷനിൽ പോയതോടെ ഞങ്ങള് ഇനിയിപ്പോ പറഞ്ഞാൽ ഇനിയിപ്പോ ലക്ഷ്മി അടിച്ചു പോവാതെ നിന്നിട്ട് ലക്ഷ്മിയെ ഒരു കുഴപ്പമില്ല. അവരാര് കപ്പടിച്ച നമ്മക്കെന്ത്? നമ്മൾ ഒരു ദിവസം ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ ഷോ കാണുന്നു, അതിനെക്കുറിച്ച് നമ്മൾ വിലയിരുത്തുന്നു, അതിനകത്ത് എന്തൊക്കെ നെഗറ്റീവും പോസിറ്റീവും കാര്യങ്ങൾ പറയാനുണ്ടെന്ന് നോക്കുന്നു, അത് പറയുന്നു, അത്രേ ഉള്ളൂ. അതിനകത്ത് ഇഷ്ടപ്പെടുന്നവർക്ക്, ഇപ്പൊ നമ്മൾ പറയുന്നത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാത്തവർക്ക് ഇഷ്ടപ്പെടാത്ത പോലെ തന്നെ ഇരിക്കാം, അത്രേ ഉള്ളൂ. അല്ലാത്ത അതിനകത്ത് ഒരാളെ നമ്മൾ നിർബന്ധിച്ച് ഞങ്ങൾ പറയുന്നതൊക്കെ കറക്റ്റ് ആണെന്ന് നമുക്ക്
ഒരിക്കലും പറയാൻ പറ്റില്ല. ബിഗ് ബോസ് ആണ്, അത്രേ ഉള്ളൂ. അത്ര ഇവൻ പറഞ്ഞ പോലെ അതിന് കൊടുക്കേണ്ട ഒരു വാല്യൂ ഉണ്ട്, അത്രേ കൊടുക്കുന്നുള്ളൂ. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പാണ്ടിക്കാരി പോലെ പോവാ.